നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ദാ ഈ ഒരു വോയിസ് ഇടുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നാരൊക്കെ വരാനുള്ള ആ ഒരു ഒരുക്കവും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ കാണോ വിരുന്നാർ വരുമ്പോഴേക്കും നിങ്ങൾ വീട് സെറ്റാക്കി ഒരുക്കി വെക്കൽ എന്നുള്ളത് ഇങ്ങനെ കാണുമെന്ന് പറയണേ. പിന്നെ ഈ ഇവർ വരുന്നതിൻ്റെ തലേ ദിവസം ഭയങ്കര ഒരു തിരക്ക് പിടിച്ചൊരു ദിവസം ഇനി. പിന്നെ വീട് അത്യാവശ്യം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇനി. പിന്നെ അന്നാണ് പണിക്കാർ പ്ലംബർമാർ ലാസ്റ്റ് സമയത്ത് 2 ദിവസമായിട്ട് അവർ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വരാൻ പറഞ്ഞിട്ട് അവർ വരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്ന് ഒരു ഉച്ച ആയപ്പോഴേക്കും പിന്നെ ഒരു ക്ലോസറ്റൊക്കെ ഫിറ്റ് ചെയ്ത് പൈപ്പും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടാവില്ല അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ അവർ പിന്നെ പോയതാട്ടോ. പോയതിൻ്റെ ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിന് വന്നത്. അപ്പോൾ അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കേണ്ടിനി. ചായയും അങ്ങനെ രാവിലത്തെ ഒരു നമ്മൾ അറിയുന്ന ആളുകളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ പ്ലംബർമാർക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല. നമ്മളിവിടെ എല്ലാ പണിക്കാർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ അവർ പോയതിൻ്റെ ശേഷമാണ് ഞാൻ മാറാല തട്ടാനൊക്കെ നിന്നത്. എന്തായാലും ഇടയ്ക്ക് തട്ടണമാണ്. എന്നാലും പിന്നെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട് ചെറുതായി ഒന്ന് തട്ടിക്കൊട്ടി പോവുകയാണ് കേട്ടോ. വലിയൊരു ഡീപ്പ് ക്ലീനിങ് ഒന്നല്ല. അപ്പം നമ്മുടെ ഈ നനച്ചുള്ളിപ്പണി ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതിൽ നമ്മൾ മാറ്റി വെക്കലും ഉണ്ടല്ലോ. അപ്പോൾ ആ മാറാലൊക്കെ തട്ടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചോറിൻ്റെ കാര്യങ്ങളും ശരിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പിറ്റേന്നേക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് നന്നാക്കിയിട്ട് തൊലിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പുഴുങ്ങിയെടുക്കാറുണ്ട്. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് അടിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഹെൽത്തിയാണ്. പിന്നെ ഒരു നേരിയ പഞ്ചസാരൊക്കെ ഇട്ടാലും മതി, അല്ലാത്ത ജ്യൂസിൻ്റെ മാതിരിയല്ല. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ സിങ്കിൽ വെച്ചിട്ട് കഴുകുകയാണ്. അപ്പോൾ സിങ്കിൻ്റെ അടുക്കളയിലേക്ക് ഒരു പണിയെടുക്കാൻ പറ്റിയില്ല ഇനി. അപ്പോൾ സിങ്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ വെള്ളം പോകുന്ന അവിടെ എപ്പോഴും ഒരു ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഇനി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സാധനം പോലൊക്കെ മാറ്റിയിട്ട് നല്ല നീറ്റാക്കി തന്നിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ പണിയും നേരം വൈകിയത്. വെറുതെ ഇരിക്കുന്ന മാതിരിയാണ് തോന്നിയത്. പിന്നെ അതൊക്കെ പുഴുങ്ങി വെച്ച് ചോറൊക്കെ തിന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ കൂടെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിന് ആൾ ഉംറക്ക് പോകുന്നുണ്ട് ഇനി. അപ്പോൾ ഞാനും വേറൊരു ഫ്രണ്ടും കൂടി അവരെ കാണാൻ പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തുള്ള അവളുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് ചെടിയൊക്കെ പറിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. കാശിത്തുമ്പയും പിന്നെ അതേപോലെ ഈ ബിരിയാണി കൈതല്ലേ അത് ഞാൻ കുറേ ആയി അതിനിങ്ങനെ അത് കിട്ടണം, അതിൻ്റെ ഒരു തൈ കിട്ടണം എന്നിങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അത് ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും കൊണ്ടുപോയിക്കോ എന്നാണ് കേട്ടോ അവരുടെ മട്ട്. അപ്പോൾ അതാണ് ആക്കെ പറിച്ചതാ. ആ ഒരു നേരെ കാണുന്ന വീട്ടിലാണ് നമ്മുടെ ഉംറക്ക് പോകുന്ന ആളെ കാണാൻ വേണ്ടി വന്നത്. ഇത്രയും എത്ര ഇഷ്ടംപോലെ ആയിപ്പോയി. എന്താ പറയുക, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു എന്നൊക്കെ പറയല്ലേ, അതേപോലെ ആയിപ്പോയി. ഇഷ്ടം പോലെ തന്നു. പിന്നെ അതിൻ്റെ തൈ തൽക്കാലം ഇപ്പം എനിക്ക് ഈ മണ്ണിൻ്റെ മേലെ പണിയെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒരു ചട്ടിയിൽ അത് കുത്തിയിട്ടിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചായ കുടിക്കാൻ പോയതല്ല, സോറി. പിന്നെ സാധനങ്ങളൊക്കെ പിറ്റേന്നേക്ക് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ MR എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ചായ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് വന്ന് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിടന്നിട്ടോ. പിറ്റേന്ന് രാവിലെ രാവിലെ എണീറ്റ് വളരെ അത്യാവശ്യം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം അടിച്ചേരി തുടയ്ക്കാനൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വാതിൽ തുറന്ന് നോക്കി. എൻ്റെ വിചാരം ഇരുടാന്നാ, പക്ഷെ അപ്പോഴൊക്കെ നേരം വെളുത്തിക്കണ്. പിന്നെ കണ്ടില്ല കാർബോർഡും ഈ ക്ലോസറ്റിൻ്റെ ബോക്സും അങ്ങനെ കുറേ അത്യാവശ്യം ക്ലീനിങ് പണികളൊക്കെ അന്നേക്ക് വന്നിക്കണം കേട്ടോ. ഇതിപ്പോൾ ആ പണിക്കാർ ആ സമയത്ത് വന്നതിനെ കൊണ്ടാണ്. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ വീട്ടിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം വീടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കും, അല്ലെ, വൃത്തിയാക്കി വെക്കും. എത്ര വൃത്തിയാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല, എന്തെങ്കിലും ഒരു ചളിയോ പിന്നെ ചണ്ടിയോ അങ്ങനെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി നമ്മളത് ശ്രദ്ധിക്കുക. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ അവരെ കണ്ടുപെടും, ഉറപ്പാണ്. പിന്നെ വേഗം ഞാൻ തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മാറ്റ് മാറ്റിയതാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്കാണ് ഞാൻ മുറ്റടിച്ച് തരാൻ വേണ്ടി വന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു ടൈമൊക്കെ. സമയം കറക്റ്റ് ഓർമ്മയില്ല, സമയം നോക്കാനൊന്നും ഉള്ളൊരിതില്ലല്ലോ. ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ ആരും ഇല്ലേനു, ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. പിന്നെ ഇളച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ അവളോട് പറഞ്ഞ് വരാൻ നേരത്ത് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ഓലെ വിളിച്ച മാതിരി ആയി പോവില്ല. അപ്പം എനിക്കതെന്തോ ഒരു പോലെ. അപ്പോൾ നമ്മളെ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ ഓലെ വിളിക്കുമ്പോൾ പണിയെടുക്കാൻ വിളിച്ചു എന്നുള്ളൊരു ഇത് വരണ്ടല്ലോ എന്നുള്ള അങ്ങനെ എന്തോ ഒരു ദുരഭിമാനം തോന്നിയപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞത് 12 മണിയാകുമ്പോൾ എത്തിയാൽ മതി. അപ്പോഴൊക്കെ എൻ്റെ ഒരു വിധം പണിയൊക്കെ കഴിക്കാൻ വിചാരിച്ചു. പക്ഷെ എന്നാലും ഓൾക്ക് എടുക്കാൻ മാത്രമുള്ള പണി ഉണ്ടായിന് കേട്ടോ. പാത്രം കഴുകലും ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട്
അപ്പോൾ പിന്നെ മോളെ ഞാൻ വിളിക്കാതെ നിന്നതാണ്. ഓള് 2-3 ദിവസമായിട്ട് നിൽക്കാൻ വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം കഴിഞ്ഞോട്ടെ വിചാരിച്ചത്. അതുകൊണ്ട് എന്താ വെച്ചാൽ രാവിലെ കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കണമെങ്കിലും അത് കുറേ സമയം എടുക്കും. അപ്പോൾ ഞാനും കാക്കി മാത്രമാണെങ്കിൽ ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ മതി രാവിലെ. അപ്പോൾ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്തേക്ക് വന്ന് ഇനിയിപ്പോൾ ചിക്കനെ ഒന്ന് മസാല റെഡിയാക്കി വെക്കണം. മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം അന്നത്തെ ആ മന്തി റൈസ് ഞാൻ 2 കിലോ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വരുമെന്ന് അറിയേനി, അപ്പോൾ ഒരു മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ മന്തി വെക്കാൻ വിചാരിച്ച്. അപ്പോൾ മന്തിൻ്റെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്, കാക്ക ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പം കാക്ക എന്നാ പറഞ്ഞ മന്തി ഉണ്ടാക്കുക, എപ്പോഴും എല്ലായിടത്തും ബിരിയാണിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ആ ക്യാപ്സിക്കം നമ്മുടെ ആ ഒരു അകാരോൻ്റെ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ അരിന്. ആ ചോപ്പറിനെ ഞാൻ എപ്പോഴും ചീത്ത അറിയണതാണ്. ചീത്ത അറിയാച്ചാൽ വളരെ കുഞ്ഞായിട്ട് ഇത്തിരിയല്ല അതിൽ കൊള്ളുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ അതൊരു ഉപകാരമായിട്ടോ. അപ്പോൾ അതാ പറയണത്, ആരും നമ്മൾ നിസ്സാരക്കാരാക്കരുത് എന്ന് പറയുന്നത്. ആരാണ് നമുക്ക് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റൂല. പിന്നെ ഈ ബിരിയാണി വെക്കുമ്പോഴും മന്തി വെക്കുമ്പോഴൊക്കെ ഈ ചിക്കൻ ക്ലീൻ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. ചിക്കനിലാണ് നമ്മളെ ടൈം പോവുക. കാരണം നമ്മൾ കല്യാണപ്പുരയിലായാലും ഹോട്ടലിലായാലൊക്കെ ബിരിയാണി എന്ത് കഴിക്കുകയാണെങ്കിലും ആ ചിക്കൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ അവർ പോക്കൂല. പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ ഒരു പ്രയാസമാണ്. അത് എടുത്ത് ഒഴിവാക്കിയിട്ട് കഴിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യും. അതിൻ്റെ തൊലികളുണ്ടാവും, പിന്നെ അതേ ഉള്ളിൽ വലിയ അവശിഷ്ടങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറ്റാനാണ് സമയം എടുക്കുക. പിന്നെ അതാ ചിക്കൻ ആ ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും ചെറിയ ജീരകവും ഒക്കെ ഇതിന് ഓൾറെഡി ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ അതിലേക്ക് പിന്നെ അന്നേരത്തെ ഇപ്പം മന്തി ഇല്ല കേട്ടോ. മന്തിൻ്റെ ആ ഒരു അൽഫാമിൻ്റെ കട അത് ഒഴിവാക്കി, വലിയ ചിലവില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓർഡറും ഇല്ല. പിന്നെ അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിനി. ഈ മാഗി ക്യൂബും പിന്നെ പട്ട ഗ്രാമ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് മന്തിയും കൂടി റെഡിയാക്കാമെന്നുള്ളൊരു ചിന്ത വന്നത്. പിന്നെ അതിലേക്ക് മല്ലിയിലയും പൊതിനയൊക്കെ ഈ മന്തിയിലേക്ക് പൊതുവെ ക്യാപ്സിക്കം മല്ലിയില പൊതിന അങ്ങനെയൊന്നും ഇടൂല. പക്ഷേ ഇതൊരു ഫദ്വാസ് കിച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു മന്തി റെസിപ്പിയാണ് കേട്ടത്. അതിൻ്റെ റൈസല്ല, ഈ ഒരു മസാല ഞാൻ അതാണ് എടുത്തത്. റൈസിൻ്റെതും മസാല ഫദ്വാസ് കിച്ചൻ്റെതുമാണ് കേട്ടോ. പിന്നെ അവരതിൽ പിന്നെ കളറ് ചേർക്കുന്നുണ്ട്. ഞാൻ കളറ് ചേർക്കാറില്ല ഒന്നിലും. പിന്നെ അതിന് പകരമായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി, ആരും ഇതിൽ കാശ്മീരി മുളക് പൊടിയൊന്നും ചേർക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഞാൻ പക്ഷേ ഒരു ചെറിയൊരു കളർ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കാശ്മീരി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഞെരടി ഒരു 1-2 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. എന്നതിൻ്റെ ശേഷമാണ് നമ്മളിത് റെഡിയാക്കി. ഇതിപ്പോൾ തലേന്നിട്ട് റെഡിയാക്കി വെക്കാനും പറ്റൂല. പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അന്ന് രാവിലെ തന്നെയാണ് ആ ഒരു ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നേരെ 8 മണിയൊക്കെ ആയപ്പോഴേക്കാണ് ഇത് മസാല ഒക്കെ റെഡിയാക്കി വെക്കുന്നത്. പിന്നെ ആ ഒരു മന്തി റൈസ് ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചാണ് ആ ഒരു ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ബീഫ് വരട്ടിയതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് വരട്ടുക വെച്ചാൽ ഡ്രൈ ആയിട്ടല്ല, ഒരു ഇത്തിരി ഗ്രേവിയോട് കൂടിയാണ്. കാരണം ഞാൻ നെയ്ച്ചോറും വെക്കുന്നുണ്ട്. മന്തിയും നെയ്ച്ചോറുമാണ് കേട്ടോ റൈസായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബീഫ് ഇത്തിരി ഗ്രേവിയോടാണ് നെയ്ച്ചോറ് കഴിക്കേണ്ടവർക്ക് അത് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നെയ്ച്ചോറൊക്കെ ഞാൻ ലാസ്റ്റ് ടൈമിലേക്കാണ് കേട്ടോ വെച്ചത്. പിന്നെ അതേപോലെ ഈ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ഞാൻ എത്രയോ പ്രാവശ്യം ഇട്ടിക്കണ്. അതുകൊണ്ട് ഞാൻ ഇതിലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ബീഫിൻ്റെ സാധനങ്ങളൊക്കെ ബീഫിലേക്ക് കുക്കറിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്കി റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഞാൻ ഒരു ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിനി, അത് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തലേന്ന് ഞാൻ സാധനം വാങ്ങാൻ പോയ കൂട്ടത്തിൽ ഷോപ്പിൽ കയറി ഒരു ബെഡ്ഷീറ്റും വാങ്ങിയിട്ടോ. അതാണ് ഇപ്പോൾ വിരിച്ചത്. എനിക്ക് ഇഷ്ടമായിട്ടോ ഈ ഒരു ലൈറ്റ് കളറ്. കുട്ടികളൊന്നും അങ്ങനെ ഇവിടെ ചാടി കളിക്കാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ലൈറ്റ് കളർ തന്നെയാണ് എടുത്തത്. ഇങ്ങനെ ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ പറയണേ. പിന്നെ അപ്പോഴേക്കും അതിൻ്റെ 2 മണിക്കൂറൊക്കെ ആയി. എൻ്റെ കുറേ പണികളൊക്കെ അവിടെ തീർക്കാനുണ്ട്. ഇനി അതൊക്കെ തീർത്ത് പിന്നെ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ തലേന്ന് തന്നെ നിസ്കാരക്കുപ്പായൊക്കെ നല്ലോണം ഞാൻ ഉപയോഗിക്കുന്നത് മാറ്റി വെച്ചൊക്കെ ഒന്ന് തിരുമ്പിട്ട്, കാരണം ആർക്കെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി എന്നാൽ വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ വിചാരിച്ചിട്ട്. പക്ഷെ അവരാരും നിസ്കാരക്കുപ്പായ എടുത്തില്ല കേട്ടോ. പർദ്ദയും സോക്സൊക്കെ ഇട്ടിട്ടാണ് നിസ്കരിച്ചത്. ഈ മന്തി റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരിക്കണ്. നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു റൈസാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ആളുകൾ ഇപ്പോൾ കാണുമ്പോഴും എന്നോട് പറയും, നിങ്ങളെ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടായി, ഒരു റെസിപ്പി ഇതിൽ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു മന്തിയാണ് കേട്ടോ. നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള വേണമെങ്കിൽ അതിൽ ചാനലുണ്ട്. ഞാൻ എനിക്ക് ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഈ ഒരു മന്തിയുടെ റെസിപ്പി. അപ്പോഴേക്കും ചിക്കനൊക്കെ നല്ലോണം പിന്നെ
പൊരിഞ്ഞ മാതിരി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് റൈസ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ചൊരു 5-6 പീസ് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ അതിൻ്റെ മേലെ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 2 കിലോ മന്തിയും 1 കിലോ നെയ്ച്ചോറുമാണ് കേട്ടോ ഞാൻ അന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അവരൊരു 12 ആൾക്കാർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലേഡീസാണ് വരുന്നെങ്കിലും ഒരുപാട് ആണുങ്ങൾ കഴിക്കുന്ന അത്രയൊന്നും നമ്മൾ കഴിക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ ചോറൊക്കെ ബാക്കിയുണ്ടായി കേട്ടോ. നെയ്ച്ചോറ് ആരും തൊട്ടിട്ടില്ല, ആകെ ഒരാളായിട്ട് കഴിച്ചിട്ടുണ്ടോയെന്ന് തന്നെ അറിയില്ല. അത്രയും ആരും കഴിച്ചില്ല. മന്തി തന്നെയാണ്, മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ചെറിയൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, വിരുന്നുകാരൊക്കെ നമ്മൾ വീട്ടിൽ വരുമെന്ന് അറിയുകയാണെങ്കിൽ, മുൻകൂട്ടി അറിയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ 2 ദിവസം മുമ്പ് തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ വരുത്തണം. അപ്പോൾ മെയിൻ ക്ലീനിങ് ഒന്നും അന്നേക്ക് വെക്കുകയേ ചെയ്യരുത്. എനിക്ക് തലേന്ന് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ പണിക്കാർ വന്നതിനെ കൊണ്ടാണ് അന്ന് അത്രയും എനിക്ക് ബുദ്ധിമുട്ടായി പോയത്. അപ്പോൾ നേരത്തെ കാലത്ത് നമുക്ക് സാധനങ്ങൾ വാങ്ങി വെക്കാം. കേട് വരാത്ത ചിക്കൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് നേരത്തെ വാങ്ങി വെക്കാമല്ലോ. ചിക്കൻ മാത്രമല്ല, ഫ്രഷായിട്ട് രാവിലെ നമുക്ക് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വീട് ക്ലീൻ ചെയ്യലും നല്ലൊരു സ്മെല്ലിനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് അവിടെ പുകയിക്കുക. പിന്നെ അതേപോലെ ഇനി ഇതൊന്നും ഊതോ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലെങ്കിൽ ചന്ദനത്തിരി പുകയിച്ചാലും മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ലുണ്ടാവും. അപ്പോഴേക്കും ഇളയിച്ച് വന്ന് അവൾ ചെറിയ ചെറിയ സാലഡ് ഉണ്ടാക്കാനുള്ളതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല കേട്ടോ. അവർ നേരത്തെ വന്നിട്ടൊന്നുമില്ല കേട്ടോ. 2 മണിയൊക്കെ ആയപ്പോഴേക്കാണ് വന്നത്. ടൗണുകാർ പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അവർ നേരത്തെ കാലത്തൊന്നും എവിടെയും വിരുന്ന് പോവില്ല. ഓല പണിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വിരുന്ന് തന്നെ പോകുക. അപ്പോൾ നമുക്ക് 2 മണി 3 മണി ആവും നമ്മളവിടെ എത്തുമ്പോൾ. അപ്പോൾ ഞാൻ നെയ്ച്ചോറിലേക്ക് കുറച്ച് പപ്പടം കൂടി കാച്ചിട്ടുണ്ട്. ഇനി അത് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ഇപ്പൻ്റെ ഏട്ടൻ്റെയും പെങ്ങളെയും മക്കളും മരുമക്കളും ഒക്കെ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരാരും എൻ്റെ വീട് കണ്ടിട്ടില്ല ഇനി. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാലം ചെറിയൊരു അകൽച്ചയിലായിനി. ഞങ്ങളല്ല, മക്കളല്ല, ഉമ്മയും ഓലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ലോണം യോജിപ്പിലായിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷമായി. എന്നതിന് ശേഷം അവരുടെ കല്യാണത്തിനും എല്ലാത്തിനും നമ്മൾ പോവലുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കുടുംബ ബന്ധങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ. ചില സമയത്ത് നല്ല രീതിയിൽ നിൽക്കും, ചിലപ്പോൾ അങ്ങനെ എന്താണോ കാരണങ്ങളില്ലാത്തൊരു പിണക്കും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അവർ പോവാനുള്ള റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ കുറേ എടുക്കാൻ ഇവർക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോഴാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിന് മുന്നേ ജ്യൂസ് കൊടുക്കണമൊക്കെ എടുക്കാൻ എനിക്കെന്തോ ഒരു തകരാറ്, ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലോ എന്നുള്ള പിന്നെ ആ ഒരു ശങ്ക കൊണ്ടാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എടുക്കാൻ. ഇതിപ്പോൾ എൻ്റെ മൂത്താപ്പൻ്റെ മൂത്ത മരുമോളാണ് കേട്ടോ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും തെറ്റുകളോ അപാകതകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊറുക്കണേ.